ചെറുപയറിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ചെറുപയർ ഒന്നും കൂടെ മുളപ്പിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഗുണം ഒന്നും കൂടെ ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടും. മുളപ്പിച്ചെടുക്കുന്ന പയർ നമ്മൾ സാധാരണ ചെറുപയർ കഴിക്കും പോലെ തന്നെ നമുക്ക് ആവി കയറ്റിയിട്ടോ അതല്ലെങ്കിൽ സലാഡിനകത്തിലിട്ടിട്ടോ തോരനാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അത് മുളപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം ചെറുപയർ ഞാൻ എടുക്കുന്നുണ്ട്. ഇതിൽ കുഞ്ഞു പാറകളോ അഴുക്കുകളോ ഒക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്നും പെറുക്കി മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇനി അത് കുതിരാനായിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് രാവിലെയാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് നമുക്കിതൊരു തുണിയിലേക്ക്, ഇപ്പോൾ കോട്ടൺ തുണിയോ ടവലോ എന്തെങ്കിലും മതി, അതിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കണം. അതിനായിട്ട് വെള്ളം ഊറ്റിയെടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ടർക്കി വിരിച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ള പയർ ഇട്ട് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ കുതിർത്ത് വെച്ചിട്ടുള്ള പയർ നമുക്ക് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഈർപ്പ് നിലനിൽക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കവർ ചെയ്ത് കൊടുക്കാം. അതല്ലായെന്നുണ്ടെങ്കിൽ ഒരു തുണിയിൽ കിഴി കെട്ടി വെച്ചാലും മതി. അങ്ങനെ ചെയ്താലും നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും. ഞാനിങ്ങനെ കവർ ചെയ്താണ് ഇപ്പം വെക്കുന്നത്. ഒരു രാത്രി മുഴുവൻ നമുക്കിത് ഇങ്ങനെ സൂക്ഷിക്കാം. രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ നമ്മളിത് നോക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് മുള വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇതിങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചിലർക്ക് ഇതിന് ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അന്ന് ആവി കയറ്റിയെടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. കൊച്ചുകുട്ടികൾക്കോ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കോ പാലൂട്ടുന്ന അമ്മമാർക്കോ പ്രായമുള്ളവർക്കോ ഒക്കെ നമുക്കിത് കൊടുക്കാം. യാതൊരു പ്രശ്നവുമില്ല. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡായത്. ഇത് നമുക്ക് സാധാരണ പയർ തോരൻ വെക്കുന്ന പോലെ തന്നെ മുളപ്പിച്ച പയർ നമുക്ക് തോരൻ വെക്കാനായിട്ട് എടുക്കാം, സലാഡിനകത്ത് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആവി കയറ്റിയിട്ട് ഇച്ചിരി തേങ്ങാപ്പീരയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. വൈകിട്ട് 4 മണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് നല്ലതാണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ഇത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഈ ഒരു പരുവത്തിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കവർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും എടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ കുറച്ചും കൂടെ മുളയൊക്കെ വന്നിട്ടിരിക്കുന്നതായിട്ട് കാണാം. ഈ ചെയ്തതുപോലെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളച്ച് നമുക്കിത് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ തന്നെ ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയിട്ട് ഒരല്പം തേങ്ങാപ്പീരയൊക്കെ ഇട്ടിട്ട് എടുത്തു. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചെറുപയർ മാത്രമല്ല വൻപയറോ കടലയോ ഒക്കെ ഇതുപോലെ മുളപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഒരു പ്ലാനിങ് കാണുമല്ലോ, അടുത്ത ദിവസം എന്ത് കറി വെക്കണം എന്നൊക്കെ. അപ്പോൾ ഇതുപോലെ കടലയോ അല്ലെങ്കിൽ പയറോ ഒക്കെ കറി വെക്കണം എന്ന് വിചാരിക്കുന്ന ദിവസം തലേന്ന് ഇതുപോലെ ഒരല്പം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇതുപോലെ കിഴി കെട്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ടർക്കിൽ വിരിച്ച് ഞാൻ ചെയ്തതുപോലെ ചെയ്യുകയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മുളപ്പിച്ച് കിട്ടും. സാധാരണ നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടിലും ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിലുള്ളവർക്ക് ഇത് കൊടുക്കാനായിട്ട് സാധിക്കും.